ബസ് സ്റ്റാൻഡിൽ വെച്ച് അവൻ കണ്ട കാഴ്ച അവന്റെ സമനില തെറ്റിച്ചു. താൻ ജീവന് തുല്യം സ്നേഹിച്ച ജ്യേഷ്ഠനും സ്വന്തം ഭാര്യയും കൈകോർത്ത് പിടിച്ചു നടന്നു പോകുന്നു. അവർ തന്നെ വിഡ്ഢിയാക്കുകയാണെന്ന തിരിച്ചറിവ് നൂറിനെ ഒരു കൊലപാതകിയാക്കി മാറ്റുകയായിരുന്നു. 2023 ഒക്ടോബർ 2. അന്നൊരു ബന്ധുവിന്റെ വിവാഹദിവസമായിരുന്നു. രാവിലെ 9 മണി. എല്ലാവരും കല്യാണത്തിന് പോകാൻ തയ്യാറെടുത്തു. എന്നാൽ തനിക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞ് ഹുസൈൻ വീട്ടിൽ തന്നെ നിന്നു. ഇത് കേട്ട നൂർ താനും ക്ഷീണം കാരണം വരുന്നില്ലെന്നും ഹുസൈന് കൂട്ടിരിക്കാമെന്നും പറഞ്ഞ് വീട്ടുകാരെയും നജീമയെയും കല്യാണത്തിന് പറഞ്ഞയച്ചു. വീട് നിശബ്ദമായി. നൂറും ഹുസൈനും മാത്രം. നൂർ ഹുസൈന്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന സ്നേഹവും വഞ്ചിക്കപ്പെട്ടതിന്റെ വേദനയും ആ മുറിയിൽ നിറഞ്ഞു. ഞാൻ നിന്റെ കൂടപ്പിറപ്പല്ലേ ഇക്ക, എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത്? നൂറിന്റെ ചോദ്യത്തിന് മുന്നിൽ ഹുസൈൻ പതറി. തെറ്റുപറ്റിപ്പോയെന്നും മാപ്പാക്കണമെന്നും ഹുസൈൻ കേണപേക്ഷിച്ചു. പക്ഷേ നൂറിന്റെ ഉള്ളിലെ പക അളിക്കത്തുകയായിരുന്നു. ഒരു ആലിംഗനത്തോടെ അവൻ തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഹുസൈന്റെ കഴുത്തിലേക്ക് ആഴ്ത്തിയിറക്കി. പിടഞ്ഞുവീണ ഹുസൈൻ രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോൾ നൂർ നിർവികാരനായി ആ മുറി വിട്ടിറങ്ങി. ഉച്ചയ്ക്ക് 2 മണിക്ക് കല്യാണം കഴിഞ്ഞ് വീട്ടുകാർ തിരിച്ചെത്തി. മുൻവാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. വിളിച്ചിട്ടും മറുപടിയില്ല. ഒടുവിൽ അയൽവാസികളുടെ സഹായത്തോടെ പിൻവാതിൽ വഴി അകത്തുകടന്ന അവർ കണ്ടത് രക്തത്തളം കെട്ടിക്കിടക്കുന്ന ഹുസൈന്റെ മൃതദേഹമാണ്.